ഗുഡ് ഈവനിംഗ്. കേരളം രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം വരുന്നത് നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയാകുമെന്നത് തന്നെയാണ്. ഔദ്യോഗികമായ പാർട്ടി പ്രഖ്യാപനം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. CK വിജയൻ, അരുൺ അമർനാഥ്, രാഹുൽ KV, അരുൺ ശങ്കർ, അമൽ തേനമ്പറമ്പിൽ എന്നിവർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം CK വിജയനിലേക്ക്. വിജയൻ, ഇപ്പോൾ നേരത്തെ കണ്ട പ്രതികരണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആര്യടൻ ഷൗക്കത്തിന്റെ ആണെങ്കിലും പ്രവർത്തകരുടെ ആണെങ്കിലും ആരും അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും നിലയിൽ ഒരു അൻവറിന് പെട്ടെന്ന് പ്രകോപനം ഉണ്ടാക്കുന്ന നിലയിൽ ഒരു പ്രതികരണം നടത്തുന്നില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല, അൻവർ ഞങ്ങളുടെ ഒപ്പം നിൽക്കും എന്ന നിലയിലാണ് പ്രതികരണങ്ങൾ. അത് കൃത്യമായി നേരത്തെ മുൻകൂട്ടിയുള്ള ഒരു ധാരണയാണോ? അൻവറിനെ പ്രകോപിപ്പിക്കേണ്ട എന്നതാണോ? അതോ അൻവർ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾക്ക് വിഷയമല്ല എന്ന ഒരു ആത്മവിശ്വാസം കൊണ്ടാണോ? രണ്ട് കാര്യങ്ങളുണ്ട് ദിവീഷ്. ഇതിൽ ഒന്ന്, ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ അൻവറിനെ പ്രകോപിപ്പിക്കേണ്ട എന്നത്, അത് ആ വിവരം എല്ലാ തലത്തിലും, അതായത് അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്ക് വരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങണ്ട എന്ന നേതൃത്വത്തിന്റെ തീരുമാനം, അത് നേതൃത്വവും കൈക്കൊണ്ടിട്ടുണ്ട്. ഏതായാലും അൻവർ എന്ന് പറയുന്ന ഒരു വലിയ ഘടകത്തെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടുകയും അങ്ങനെ അൻവർ അവർക്ക് തന്നെ പിന്നീട് ഒരു ഭാരമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു കാരണവശാലും എത്തിക്കൂടാ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് അൻവർ ഫാക്ടർ എന്ന നിലയിൽ മാത്രം ചുരുങ്ങി അവിടുത്തെ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ അവിടുത്തെ UDFന്റെ പൊതുപ്രവർത്തനത്തെയും ഒന്നും തന്നെ സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയും വേണ്ട. അതുകൊണ്ട് അൻവർ ഇപ്പോൾ വൈകിട്ട് 7 മണിക്ക് ചേരുന്ന യോഗത്തിൽ സ്വാഭാവികമായും അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അത് UDFൽ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ പോലും UDFൽ ഉൾപ്പെടുത്തും എന്ന് പൂർണ്ണമായ ഒരു ഉറപ്പ് ആ യോഗത്തിലും നൽകാൻ കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ സാധ്യതയില്ല. കാരണം അതിൽ പിന്നീട് ആലോചനകൾ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ അൻവർ പറയുന്ന കാര്യം, അൻവർ ഇപ്പോൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തനിയെ മത്സരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇനി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും അത് UDFനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇന്നലെ വരെ അൻവർ LDFന്റെ ഭാഗമായിരുന്നു, അവരുടെ പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആൾക്കാരുടെ കൂടെയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് CPMമായി തെറ്റിപ്പിരിഞ്ഞ് തിരിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് അതിനെ PV അൻവറെ അപ്പാടെ തന്നെ ഒരു ചുവപ്പ് പരവതാനി വിരിച്ച് UDFലേക്ക് പ്രവേശിപ്പിക്കുക, കോൺഗ്രസിലേക്ക് പ്രവേശിപ്പിക്കുക, അതിന്റെ ഭാഗമാക്കുക എന്ന ഒരു തീരുമാനമില്ല. പകരം അത് LDFനെതിരെയുള്ള വോട്ടുകളെ സമാഹരിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും PV അൻവറിന് നൽകേണ്ടതില്ല എന്നാണ് അവർ എടുത്ത തീരുമാനത്തിന്റെ ചുരുക്കം. ശരി, എന്തായാലും അതിനോടുള്ള അൻവറിന്റെ പ്രതികരണം എന്താകുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം തന്നെയാണ്. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ, ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ നേരത്തെ പ്രവർത്തകരാണെങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തെ ഷൗക്കത്തിന്റെ പ്രതികരണമൊക്കെ കേട്ടു. ആരും അൻവറിനെ വെറുപ്പിക്കുന്ന രീതിയിലോ ഒന്നുമല്ല പറയുന്നത്, അൻവർ കൂടെ നിൽക്കുമെന്ന രീതിയിൽ തന്നെയാണ് അവരൊക്കെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പോൾ UDF പ്രവേശനം അത് സാധ്യമാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും തുടർന്നുള്ള നിലപാട്? അൻവറിന്റെ നിലപാടിൽ ഒരു മാറ്റമൊക്കെ വരുമായിരിക്കുമോ? സന്ധ്യ, ദിവീഷ്, ആദ്യം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം പ്രകടമാക്കിയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അവർക്കൊരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടുണ്ട്, ഒരു ഫോർമുല കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ഫോർമുലയാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ അവിടെ ഇപ്പോൾ വെല്ലുവിളിയായി വരുന്നത് PV അൻവറാണ്. അപ്പോൾ തന്നെ PV അൻവറിനെ കൂടി അനുനയിപ്പിച്ചു കഴിഞ്ഞാൽ സ്മൂത്തായി തന്നെ മറ്റു പ്രശ്നങ്ങളില്ലാതെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ, പ്രചാരണത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നൊരു വിലയിരുത്തൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ യാതൊരു അൻവറിനെ പ്രകോപിപ്പിക്കേണ്ട, പാർട്ടിയുടെ നിലപാടെടുക്കുന്നു, ഇതാണ് നിലപാട്, ഇതിനോട് സഹകരിക്കണം എന്നൊരു ആവശ്യം മാത്രമേ അൻവറിനോട് മുന്നിലേക്ക് വെക്കുകയുള്ളൂ. അൻവറിന് യോജിക്കാം, യോജിക്കാതിരിക്കാം, ഇതാണ് കോൺഗ്രസ് നയം വ്യക്തമാക്കി വെക്കുന്നത്. ഇനി അൻവറിനൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അൻവർ ഇത്തരത്തിലൊരു ഉപാധി, അൻവർ നേരത്തെ തന്നെ, ഇപ്പോൾ അൻവറിന്റെ നിലപാട് അൻവറിന്റെ വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അൻവർ സ്വതന്ത്രമായി മത്സരിക്കും, ആര്യാടൻ ഷൗക്കത്തിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ PV അൻവറോ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ മത്സരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മറ്റെന്തെങ്കിലും ഉപാധികളോടെ അൻവർ മുന്നോട്ട് വെക്കുകയോ അത് കോൺഗ്രസ് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയോ UDF പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ, അതെല്ലാം ചർച്ചകൾ അവിടെ ബാക്കിയാണ്. അതെല്ലാം തീരുമാനിക്കേണ്ട PV അൻവറും കോൺഗ്രസ് നേതൃത്വവും തന്നെയാണ്. കോൺഗ്രസ് ഇപ്പോൾ അൻവറിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നു, ഇതാണ് ഞങ്ങളുടെ നിലപാട്, ഇതാണ് ഞങ്ങളുടെ നയം, യോജിക്കാം വിയോജിക്കാം എന്നുള്ളത്. ഇനി അൻവർ തീരുമാനമെടുക്കണം. അൻവറിന്റെ തീരുമാനം എന്ത് തന്നെയായാലും അത് രാഷ്ട്രീയമായ ഒരു സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് കാരണം എത്തും. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളത്